അതിൻ്റെ പിന്നാലെ നാമും പ്രവേശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ സമയത്ത് കടന്നു വന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ബിജു പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയങ്ങൾക്ക് തിരുമുമ്പാകെ ഈ ഭവനത്തിൻ്റെതായ ഈ മുറ്റത്ത് നിന്നുകൊണ്ട് തിരുമുഖ സാവകാശത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഭൂമി അതിന്റെ പൂർണ്ണത ഭൂമിയുടെ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു പറയുമ്പോൾ വലിയവനായ ദൈവം ഞങ്ങളതായ സാന്നിധ്യത്തിന്റെ മറവിലേക്ക് ഭൂമിയെ ജലാചരങ്ങൾ സൃഷ്ടിച്ച് അവിടുന്ന് ആദ്യകാലം മുതലേ സ്ഥലത്തെ ഭരിച്ചു അടക്കി വരുന്നതായ ശ്രേഷ്ഠനായ ദൈവത്തിന്റെ അതിമഹത്തായ മഹത്വത്തെയും കൃപകളെ ഞങ്ങൾ ഓർത്തു കഴിയുമ്പോൾ ഭൂപ്പരപ്പിൽ ഞങ്ങളെ മനുഷ്യവർഗത്തെ ആക്കിയിരിക്കുന്ന ശ്രേഷ്ഠകരമായ വിധങ്ങളെയും നന്മകളെയും ഓർക്കുവാൻ തൊക്കെയാണ് അവിടുന്ന് ഒരവസരമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരിക്കൽ സാവകാശത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. കാലാകാലങ്ങളുടെ അവിടെ നിങ്ങളെ വേർതിരിച്ച് ഓരോ ഇടങ്ങളിലാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ അതിമഹത്തായ കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ അവിടുന്ന് ഞങ്ങളെ ആക്കിയിരിക്കുന്നതായ വലിയവനായ ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ വിധങ്ങളെ നടത്തിപ്പുകളെ നന്മകളെയും ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ തലമുറകളൊക്കെ നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങയുടെ സന്നിധിക്ക് ആയിരിക്കുക എന്നുള്ളതായ വലിയൊരു ദൗത്യം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന കർത്താവേ. വിശേഷാൽ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവന്ന് ദൈവം എന്ന പകൽക്കാലം അവിടുന്ന് ഒരിക്കൽ മുഖാന്തരങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, പ്രിയ ഷിബുവിന് കഴിഞ്ഞ നാളുകളിലൊക്കെ അവൻ്റെതായ പലവിധമായ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ ദൈവം അവിടുന്ന് സഹായിച്ചു. അവനൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ദൈവം അതിനുവേണ്ടി വഴികളൊക്കെ തുറന്നു കൊടുത്ത് ദൈവത്തോളം അതിന്റെ പണികളൊക്കെ പൂർത്തീകരിപ്പാൻ തൊക്കെ ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പ്രത്യേകമായ മാതാപിതാക്കളുമായ സഹോദരന്മാരായി ഞങ്ങളായ ചാർച്ചക്കാരെ ബന്ധുമിത്രാദികളെ എല്ലാവരുമായി കൂടി വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വരെ സമർപ്പണത്തോടെ നടക്കുമ്പോൾ അവിടുത്തെ അധികമായ സാന്നിധ്യത്തിന് മറവിൽ മറച്ചുകൊള്ളുവാനാകണം പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ സാന്നിധ്യം എഴുന്നള്ളി വന്നിരിക്കുക സ്തുതിക്കുന്ന കർത്താവേ. വാഗ്ദത്ത പ്രകാരം അവിടുന്ന് ഇവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിലേക്ക് ഞങ്ങളെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അവിടുത്തെ എല്ലാവിധമായ അനുഗ്രഹങ്ങളാണ് നിറയ്ക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് മഹത്വത്തിന്റെ രാജാവേ, അവിടുന്ന് പ്രവേശിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൂടാതെയുള്ള ഞങ്ങൾ സകല പ്രയത്നങ്ങൾ വൃഥാ പ്രയത്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടുതായ സകലത്തിന്റെയും നായകനും നടത്തിപ്പുകാരൻ അങ്ങാകയാൽ സകല ജരാചരങ്ങളുടെ ഉടയവന്റെ സൃഷ്ടി അങ്ങാകയാല് മക്കളാകുന്ന അടിയങ്ങൾക്ക് തിരുമുമ്പാകെ അർപ്പിപ്പാൻ തൊക്കെ അപേക്ഷിക്കുവാൻ തൊക്കെ അവിടെ നൽകുന്ന നന്മകളെ അനുഭവിപ്പാൻ തൊക്കെ സാവകാശം കർത്താവേ. ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹത്വത്തിന്റെ രാജാവേ കൂടെ ഞങ്ങൾ എഴുന്നള്ളുമാറാണ് പ്രാർത്ഥിക്കുന്നു. അതിന് പ്രകാരം അവിടുത്തെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ തൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധമായ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രകാരം ചെയ്യാൻ പോകുന്നതായി സ്തോത്ര പ്രാർത്ഥന കേട്ടതിനായ സ്തോത്ര. ശേഷിക്കുന്ന എല്ലാ ശുശ്രൂഷകളും എല്ലാം ഭരിച്ച് നടത്തിയാട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അഥവാ ആദ്യനും അന്ത്യനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ഭവനത്തിൽ നാം പ്രവേശിക്കാൻ പോവുകയാണ്. നന്ദിയോടെ സ്തോത്രം. വാതിലുകളെ ഉയർത്തി വരുന്നിതാ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി